Hi everyone. In the last class, we have started our third module, income from house property, and what are the chargeability of tax under house property income, what are the basic terms and important points to be noted in house property taxation, and the exempted house property income. So in this session, I am going to take the topic different rental values and computation of house property income or annual value. So before going to the essence of the module, essence of the topic, we have to familiar with what all are the rental values. ആ റെൻ്റൽ വാല്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടേ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മളൊരു 6 ഹൗസ് പ്രോപ്പർട്ടി റെൻ്റൽ വാല്യൂസ് ആണ് മിസ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഓർ MRV, സെക്കൻഡ് വൺ ഈസ് ഫെയർ റെൻ്റൽ വാല്യൂ ഓർ FRV, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഓർ SRV, റിയൽ റെൻ്റൽ വാല്യൂ ഓർ RRV, then actual rent or AR, expected rental value or ERV. ഇങ്ങനെ ഒരു 6 റെൻ്റൽ വാല്യൂസിനെ പരിചയപ്പെടുത്താം. The first one is municipal rental value or MRV. It is the rent fixed for the house property by the municipality, corporation, etc. നമ്മുടെ വീടിന് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എത്രയാണോ ആ വീടിന് വില നിശ്ചയിക്കണേ, ഒരു ഏരിയയിലുള്ള വീടിന് അതിൻ്റെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒരു വില നിശ്ചയിക്കുന്നുണ്ടാവും. അങ്ങനെ മുനിസിപ്പാലിറ്റി ആ വീടിന് നിശ്ചയിക്കുന്ന വില ഏതാണോ അതിനെയാണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ അഥവാ MRV എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫെയർ റെൻ്റൽ വാല്യൂ ഓർ FRV. It is the rent received from similar house property with similar facilities in the same locality. ഒരേ ലൊക്കാലിറ്റിയിൽ ഒരേ സൗകര്യങ്ങളുള്ള നമ്മുടെ വീടിൻ്റെ അതേ സൗകര്യങ്ങളുള്ള മറ്റൊരു വീടിന് എത്ര രൂപ വാടക കിട്ടുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ വീടിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരേ ലൊക്കാലിറ്റിയിലായിരിക്കണം, അതല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് കാണിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, മിസ്സിന് 2 വീടുണ്ട്. ഒന്ന് അന്നമനടയിലും മറ്റൊന്ന് എയർപോർട്ട് അത്താണി നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്നുമാണ്. അങ്ങനെ 2 വീടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ അന്നമനയുടെ വീടെന്ന് പറയണത് ഇപ്പോൾ 3 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ഡ്രോയിങ് റൂം, ലിവിങ് റൂം, ദെൻ ഡൈനിങ് റൂം, പിന്നെ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ഇങ്ങനെ ഒരു സെറ്റപ്പോട് കൂടിയിട്ടുള്ള വീടാണ്. ഇതേ സൗകര്യങ്ങളോട് കൂടിയ മറ്റൊരു വീട് മിസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുണ്ട്. അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തുള്ള വീടിന് മിസ്സിന് 10,000 റെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ അന്നമനടയുടെ വീടിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ 10,000 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരേ രീതിയിലുള്ള ഒരേ ലൊക്കാലിറ്റിയിൽ അന്നമനയുടെ തന്നെ ഇതേ സൗകര്യങ്ങളുള്ള മറ്റൊരു വീടിന് എത്ര രൂപ റെൻറ്റ് കിട്ടുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ഫെയർ റെൻ്റൽ വാല്യൂ. ഇനി തേർഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഓർ SRV. ഇറ്റ് ഈസ് ദ റെൻറ്റ് ഫിക്സഡ് അണ്ടർ റെൻറ്റ് കൺട്രോൾ ആക്ട്. അതായത് മാക്സിമം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വരാവുന്ന മാക്സിമം റെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന റെൻറ്റ് എത്രയാണോ അതിനെയാണ് SRV അഥവാ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ ഈസ് റിയൽ റെൻ്റൽ വാല്യൂ ഓർ RRV. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് നെക്സ്റ്റ് ആക്ച്വൽ റെൻറ്റ് പറഞ്ഞുതരാം മിസ്. ആക്ച്വൽ റെൻറ്റ് ഓർ AR മീൻസ് ദ റെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ ടെനൻറ്റ് ബൈ ദ ഓണർ. ഒരു വീടിൻ്റെ ഓണർക്ക് ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസം തികയുമ്പോൾ എത്രയാണോ ആക്ച്വൽ റെൻറ്റ് എന്നുള്ള പേരിൽ കിട്ടണേ ആ റെൻറ്റിനെ വിളിക്കുന്നതാണ് ആക്ച്വൽ റെൻറ്റ്. ഇനി നമുക്ക് റിയൽ റെൻ്റൽ വാല്യൂ ഓർ RRV നോക്കാം. ചില കേസുകളിൽ നമ്മുടെ വീടിൻ്റെ കോമൺ ഫെസിലിറ്റീസിൻ്റെ എമൗണ്ടുകൾ, കോമൺ ഫെസിലിറ്റീസിൻ്റെ റെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഫെസിലിറ്റീസിൻ്റെ ചാർജുകൾ സച്ച് ആസ് ലിഫ്റ്റ്, പമ്പ് മെയിൻ്റനൻസ്, സാലറി ഓഫ് കോമൺ ഗാർഡനർ ഓർ വാച്ച്മാൻ, ലൈറ്റിംഗ് ഓഫ് കോമൺ സ്റ്റെയേഴ്സ്, കോറിഡോർസ്, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ ആൻഡ് റെൻറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ദീസ് ഫെസിലിറ്റീസ്. ഇപ്പോൾ ഈ നമ്മുടെ ഓണർ
ഈ പറഞ്ഞ കോസ്റ്റ് എല്ലാം അടയ്ക്കുന്നുണ്ടാവും. എന്നിട്ട് റെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ ആ റെൻറ്റിൻ്റെ കൂടെ ഈ കോസ്റ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കളക്ട് ചെയ്യണത്. അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെൻറ്റിൽ നിന്ന് ഈ എക്സ്പെൻസിൻ്റെ കോസ്റ്റ് മൈനസ് ചെയ്താൽ ബാക്കി എന്തുണ്ടോ അതിനെ വിളിക്കുന്നതാണ് റിയൽ റെൻ്റൽ വാല്യൂ. ദാറ്റ് ഈസ് ആക്ച്വൽ റെൻറ്റ് മൈനസ് cost of common facilities borne by the owner. So the balancing figure is known as real rental value. The last one is ERV or expected rental value. Expected rental value simply means it is the rent expected from a house property. അത് ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ERV എന്ന്. എന്നാലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് ഹയർ ഏതാണോ ഹയർ എമൗണ്ട് സെലക്ട് ചെയ്യുക. ഈ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് ലോവർ എമൗണ്ട് സെലക്ട് ചെയ്യുക. ദിസ് ലോവർ എമൗണ്ട് ഈസ് കോൾഡ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ERV. ഇതാണ് എക്സ്പെക്റ്റഡ്, ദാറ്റ് ഈസ് ദ റെൻറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി. അത് ഡീറ്റെയിൽ ആയിട്ട് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് റെൻ്റൽ വാല്യൂസ്. ഇത് നന്നായിട്ട് അറിഞ്ഞാലാണ് നമുക്കിനി ശരിക്കും നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള കമ്പ്യൂട്ടേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ദ നെക്സ്റ്റ് ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. എങ്ങനെയാണ് നമ്മളൊരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക? ആൻഡ് ഫോർ ദിസ് പർപ്പസ് ദ ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. രണ്ടും സെപ്പറേറ്റ് കാണണം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എങ്ങനെയാണ്, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എങ്ങനെയാണ്? സോ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ആനുവൽ വാല്യൂ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ ആൻഡ് ദെൻ നെറ്റ് ആനുവൽ വാല്യൂ. ഇപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലത്തിലേക്കാണ് ഈ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ മിസ് അടുത്ത ക്ലാസ്സായിട്ട് വീഡിയോ ക്ലാസ്സായിട്ട് ഇടാം. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് എസ്സേ ഫോർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എക്സാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കണമെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ടും നിങ്ങൾ കാണിക്കണം. അതല്ല കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കണമെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽഡ് തിയറിയാണ്. അതൊരൊറ്റ വീഡിയോ സെഷനായിട്ട് മിസ്സിൻ്റെ തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാം. ഇവിടെ ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നമുക്കൊന്ന് കാണാം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി 5 കേസായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് തിയറി. പക്ഷെ അത്രയും തിയറി ആയിട്ട് നിങ്ങൾക്ക് വലിച്ചു വാരി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സോ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് 5 കേസായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ്, ഇപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ എക്സംപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പറഞ്ഞു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഒരെണ്ണം ആനുവൽ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. സോ 5 കേസായിട്ട് പറഞ്ഞുതരാം. കേസ് 1, ഓൺലി 1 ഹൗസ് അണ്ടർ ഓൺ ഒക്യുപ്പേഷൻ. ഒരൊറ്റ വീടേ ഉള്ളൂ. ആ വീട് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ താമസിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ ടേക്കൺ ആസ് 0, ദാറ്റ് ഈസ് നിൽ. അതിൻ്റെ ആനുവൽ വാല്യൂ നിങ്ങളൊന്നും നോക്കണ്ട, ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 0 ഇടുക. നോ ടാക്സ് ഈസ് ടു ബി പെയ്ഡ്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ, മോർ ദാൻ 1 ഹൗസ് അണ്ടർ ഓൺ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ വീടുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ തന്നെ താമസിക്കുന്ന, ഓണർ തന്നെ താമസിക്കുന്നതാണ്, ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. മിസ്സിന് സ്വന്തമായിട്ട് 3 വീടുണ്ട്. ഓക്കെ, ഒന്ന് അന്നമനടയിൽ ഒരു വീടുണ്ട്, പിന്നെ ഒരു വീട് എറണാകുളത്തുണ്ട്, പിന്നെ ഒരു വീട് ഊട്ടിയിലുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് 3 വീടുണ്ട്. ഈ 3 വീടും ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഞാൻ സാധാരണ മൺഡേ ടു ഫ്രൈഡേ എൻ്റെ അന്നമ്മയുടെ വീട്ടിൽ താമസിക്കും, ജോലിക്ക് വരും.
വെക്കേഷൻ ശനി ഞായർ ആയിക്കഴിഞ്ഞാൽ ശനിയാഴ്ച ഞാൻ എറണാകുളം വീട്ടിൽ പോവും, ശനി ഞായറും അവിടെ താമസിക്കും, തിങ്കളാഴ്ച തിരിച്ചു വരും. ഇനി ഏപ്രിൽ മെയ് വെക്കേഷനായ, ഓണം വെക്കേഷനായ, ഡിസംബർ വെക്കേഷനൊക്കെ ആയ ഞാൻ എന്ത് ചെയ്യും? ഊട്ടിയിലെ വീട്ടിൽ പോവും, അവിടെ വെക്കേഷൻ അടിച്ചു പൊളിക്കും. അപ്പം ഇതിൻ്റെ 3 വീടും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, 3 വീട്ടിലും ഞങ്ങൾ തന്നെ ഫാമിലി താമസിക്കുകയാണ്. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് ലയബിലിറ്റി വരിക എന്ന് നോക്കാം. പിന്നെ ഇവിടെ മിസ് പറയുന്ന എക്സാമ്പിളുകളിലെല്ലാം തന്നെ നിങ്ങളൊരു അസ്യൂം എന്ന് ചേർത്തോട്ടാ, അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ പറഞ്ഞെടുക്കും മിസ് SP ആണ്, മിസ് ഭയങ്കര പൊങ്ങച്ചം പറയലാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് മിസ് പറയണേനൊക്കെ ഒരു അസ്യൂം ഇട്ടോളൂ. നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. 3 വീട് 4 വീട് എന്നൊക്കെ പറയും ഈ ചാപ്റ്റർ കഴിയണ വരെ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിലേക്ക് കിടക്കാം. ഇൻകം ടാക്സ് അവർ സമ്മതിക്കുമോ 3 വീടും 0 ആക്കി കളയാനായിട്ട്? ഇല്ല. അപ്പോൾ ഇൻകം ടാക്സ് റൂൾ ഈസ് ദാറ്റ് എനി വൺ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ട്രീറ്റഡ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ബിക്കം 0. ഈ 3 വീട്ടിൽ മിസ്സിൻ്റെ അന്നമ്മയുടെ വീടോ എറണാകുളം വീടോ ഊട്ടി വീടോ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീടിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്താൽ അതിൻ്റെ ആനുവൽ വാല്യൂ ഒറ്റയടിക്ക് എത്രയായി പോവും? 0 ആയി പോവും. അപ്പോൾ ബാക്കി 2 എണ്ണം അതേഴ്സ് ആർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ലെറ്റ് ഔട്ട് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് MRVയും FRVയും SRVയും എല്ലാം ഉണ്ടല്ലോ. ആക്ച്വൽ റെൻ്റ് എന്നുള്ള സംഭവങ്ങൾ മാത്രമല്ലേ ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാ സാധനവും നമുക്ക് കിട്ടും, ആക്ച്വൽ റെൻറ്റ് മാത്രമേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ എന്നിട്ട് അതേപോലെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് എങ്ങനെയാണോ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ അതേപോലെ ബാക്കി 2 വീടിൻ്റെയും ചെയ്യും. ഇതാണ് ഇൻകം ടാക്സിൻ്റെ റൂള്. എന്താ പറഞ്ഞേ? ഇഫ് മോർ ദാൻ 1 ഹൗസ് അണ്ടർ ഓൺ ഒക്യുപ്പേഷൻ എനി വൺ ഓഫ് ദ ഹൗസ് ക്യാൻ ബി ടേക്കൺ ആസ് സെൽഫ് ഒക്യുപ്പൈഡ് and its annual value becomes 0. Others are deemed to be let out and respective tax treatment. മനസ്സിലായല്ലോ? ഇനി അതിനൊരു ടാക്സ് പ്ലാനിങ് ടിപ്പ് പറഞ്ഞുതരാം മിസ്. ഇൻകം ടാക്സിൻ്റെ നിയമത്തിൽ ഏതെങ്കിലും ഒരു വീട് സെലക്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഒരു ടാക്സ് പ്ലാനിങ് ടിപ്പ് മിസ് പറഞ്ഞുതരാം, നല്ലോണം ശ്രദ്ധിക്കുക. സപ്പോസ് നമ്മൾ SRVയും MRVയും ഒക്കെ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ അന്നമ്മയുടെ വീടിൻ്റെ ആനുവൽ വാല്യൂ വരണത് 20,000 രൂപയാണ്. അസ്യൂം ചെയ്യുക കേട്ടോ. എറണാകുളം വീടിൻ്റെ ആനുവൽ വാല്യൂ വരണത് 45,000 രൂപയാണ്. ഊട്ടി വീടിൻ്റെ ആനുവൽ വാല്യൂ വരണത് 75,000 രൂപയാണ്. അപ്പോൾ 3 എണ്ണ പറഞ്ഞേ. അന്നമ്മയുടെ വീടിൻ്റെ ആനുവൽ വാല്യൂ 20,000 ആൻഡ് ഫോർ എറണാകുളം ഹൗസ് ഇറ്റ് ഈസ് 45,000 ആൻഡ് ഫോർ ഊട്ടി ഇറ്റ് ഈസ് 75,000. ഇപ്പോൾ ഇതിൽ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് എനിക്ക് ഏതെങ്കിലും ഒരു വീട് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കാം, അതിൻ്റെ വാല്യൂ 0 ആവണമെന്നല്ലേ പറഞ്ഞേ? ഇതിലേത് വീടാണ് ഞാൻ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് സെലക്ട് ചെയ്യുക നോർമലി? ഊട്ടി വീട് അല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനുവൽ വാല്യൂ നിൽക്കണത് ഊട്ടി വീടിനാണ്. അത് ഞാൻ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുത്ത് അതിൻ്റെ വാല്യൂ ഒറ്റയടിക്ക് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ബാക്കി 2 ടാക്സ് കൊടുക്കേണ്ടി വന്നാലും 45ഉം 20ഉം മാത്രമേ വരണുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ടാക്സ് പ്ലാനിങ് ടിപ്പ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ആനുവൽ വാല്യൂ വരണത് ഏതാണോ അതിന് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി കേസ് 3, ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത് മക്കളെ എനിക്ക് പറഞ്ഞുതരും അല്ലേ? എന്താ ഹൗസ് പ്രോപ്പർട്ടി ടേക്കൺ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആനുവൽ വാല്യൂ ടേക്കൺ ആസ് 0, നോട്ട് ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്. നമ്മളുടെ വീടിൻ്റെ ഒരു ഭാഗമോ നമ്മുടെ വീട് മൊത്തമായിട്ടോ ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ 0 ആയിട്ട് എടുക്കുക. നോ ടാക്സ് ഈസ് ടു ബി പെയ്ഡ്. ഇനി കേസ് 4 നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കേസ് 4, ഹൗസ് പ്രോപ്പർട്ടി ഈസ് പാർട്ടിലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ടിലി സെൽഫ് ഒക്യുപ്പൈഡ്. എനിക്കൊരു വീടുണ്ട് അന്നമ്മനടിയിൽ, 2 നില വീടാണ്. ഈ 2 നില വീടിൽ ഒരു ഭാഗം ഞാൻ താമസിക്കണു, ഒരു ഭാഗം ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കണു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെയും 2 കേസാണ് വരിക. ഒന്ന്, ഇഫ് ദേ ആർ സെപ്പറബിൾ. എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര ഭാഗമാണ് വാടകയ്ക്ക് കൊടുത്തേക്കണേ,
എത്ര ഭാഗമാണ് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് 2 houses ആൻഡ് സെപ്പറേറ്റ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം. മിസ്സ് പറഞ്ഞ 2 നില വീട്ടിൽ താഴെ ഞാൻ താമസിക്കണു, മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തേക്കണു. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഹാഫ് ലെറ്റ് ഔട്ട്, ഹാഫ് സെൽഫ് ഒക്യുപ്പൈഡ്. താഴത്തെ അതേപോലെ തന്നെ മുകളിൽ റൂമുകൾ, കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. താഴത്തെ നില സ്വന്തമായിട്ട് താമസിക്കണം, മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തേക്കണം. അവിടെ നമുക്ക് കൃത്യമായിട്ട് 1/2 സെൽഫ് ഒക്യുപ്പൈഡ്, 1/2 ലെറ്റ് ഔട്ട് എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 2 സെപ്പറേറ്റ് വീടായിട്ട് തന്നെ കരുതും. എന്നിട്ട് അതിൻ്റേതായിട്ടുള്ള ടാക്സ് ട്രീറ്റ്മെൻറ്റ് നടത്തും. എന്ന് പറഞ്ഞാൽ ഒരു വീടിന് സെൽഫ് ഒക്യുപ്പൈഡ് ആനുവൽ വാല്യൂ 0 കൊടുക്കുക, മറ്റേ വീടിന് മുകളിലത്തെ നില രണ്ടാമത്തെ വീടായിട്ട് ട്രീറ്റ് ചെയ്യുക, അതിന് ലെറ്റ് ഔട്ടിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. ഈ തന്നേക്കണത് ദ ഹോൾ ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. താഴത്തെ നിലയും മുകളിലത്തെ നിലയും അവർ തിരിക്കണില്ല, ഈ വീടിൻ്റെ മുനിസിപ്പാലിറ്റി വില എന്ന് പറഞ്ഞിട്ട് തരിക. അപ്പം നമ്മൾ ലെറ്റ് ഔട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം, ആ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെയും FRVയുടെയും ഒക്കെ ഹാഫ് പോർഷനെ എടുക്കാവൂ. നമ്മൾ മുകളിലത്തെ മേല മാത്രമായിട്ടൊരു വീടായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം 1/2 എടുക്കാൻ പാടുള്ളൂ. 1/2 എന്നല്ല നിയമം, എത്രത്തോളമാണോ ലെറ്റ് ഔട്ട് അത്രത്തോളം പോർഷൻ മാത്രമേ MRVയും FRVയും ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തരുന്നത് മൊത്തം വീടിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി രണ്ടാമത്തെ കേസ്, ഇഫ് ദേ ആർ ഇൻസെപ്പറബിൾ. ഒറ്റ നില വീടാണ് വാടകയ്ക്ക് കൊടുത്തേക്കണേ, അതിൽ ഞാനും താമസിക്കേണ്ട വാടകക്കാരനും ഉണ്ട്. പക്ഷെ എത്രത്തോളം പോർഷനാണ് വാടകയ്ക്ക്, എത്രത്തോളം പോർഷനാണ് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം, ദ ഹോൾ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ട്രീറ്റഡ് ആസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആൻഡ് നോ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഒക്യുപ്പേഷൻ ഈസ് റിസീവ്ഡ് ടു ദി അസസി. ആ മൊത്തം വീടും വാടകയ്ക്ക് കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യുക, സെൽഫ് ഒക്യുപ്പേഷൻ്റെ ഒരു ബെനിഫിറ്റും പിന്നെ അവിടെ കിട്ടില്ല. അപ്പോൾ ഇതാണ് നിയമം. ഒരു ഹൗസ് പ്രോപ്പർട്ടി പാർട്ടിലി ലെറ്റ് ഔട്ടും പാർട്ടിലി സെൽഫ് ഒക്യുപ്പൈഡും ആണെങ്കിൽ ആ ലെറ്റ് ഔട്ട് പോർഷനും സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനും തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് ഹൗസായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇൻസെപ്പറബിൾ ആണെങ്കിൽ മൊത്തം ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തതായിട്ട് കരുതുക, അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഇനി ലാസ്റ്റ് കേസ് കേട്ടോ, അവിടെ 0.3 അല്ല കേട്ടോ, ഒരു ചെറിയ മിസ്റ്റേക്കാണത്. 0.3 അല്ല, 5th കേസാണ്, കേസ് 5. ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ അതർ പാർട്ട്. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് ചെയ്തേക്കണോ. പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയറിൽ അതായത് ഒരു പ്രീവിയസ് ഇയറിൽ 6 മാസം വാടകയ്ക്ക് കൊടുത്തേക്കണോ, 6 മാസം സെൽഫ് ഒക്യുപ്പൈഡും ആണ് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്, എന്താ ചെയ്യുക, അവിടെ നമുക്ക് 2 വീടായിട്ടോ 2 വർഷമായിട്ടോ ഒന്നും തിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഫോർ ഹോൾ ഇയർ. മൊത്തം വർഷത്തേക്കും ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യും. ബട്ട് ദ ആക്ച്വൽ റെൻറ്റ് ഈസ് ടേക്കൺ ഓൺലി ഫോർ ദ പീരീഡ് ഓഫ് ബീയിങ് ലെറ്റ് ഔട്ട്. 6 മാസമേ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂവെങ്കിൽ 6 മാസത്തെ വാടക എടുത്താൽ മതി. ആക്ച്വൽ റെൻ്റ് എടുക്കേണ്ടത് 6 മാസം എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ അൺറിയലൈസ്ഡ് റെൻ്റ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാറില്ലേ, അതേപോലെ എത്ര പീരീഡിലേക്കാണോ ആക്ച്വലി വാടകയ്ക്ക് കൊടുത്തേക്കണേ അത്ര പീരീഡിലേക്ക് മാത്രം ആക്ച്വൽ റെൻ്റ് എടുക്കുക. ബാക്കി മൊത്തം വർഷവും നമ്മൾ വാടകയ്ക്ക് കൊടുത്തു എന്ന് തന്നെ ട്രീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അങ്ങനെ 5 കേസിലാണ് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ടാക്സിബിലിറ്റി കാണുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയണത് ഓൺലി 1 ഹൗസ് ഉള്ളുവെങ്കിൽ അതിന് 0 കൊടുക്കുക. 1-ൽ കൂടുതലുണ്ടെങ്കിൽ ഒരെണ്ണം 0 ആക്കുക, ബാക്കിയുള്ളവർ ലെറ്റ് ഔട്ട് ആക്കുക. ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കണമെങ്കിൽ 0 ആക്കുക. പാർട്ടിലി ലെറ്റ് ഔട്ട് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ടാക്സ് കൊടുക്കുക. ഇൻസെപ്പറബിൾ ആണെങ്കിൽ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആക്കുക. ഇനി പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഹോൾ ഇയറിലേക്ക് ലെറ്റ് ഔട്ട് ചെയ്തൊന്ന് ട്രീറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ടാക്സ് ട്രീറ്റ്മെൻറ്റ് നടത്തുക.
അപ്പോൾ ദിസ് ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫോർ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ആൻഡ് the next topic is the essence of the module, computation of annual value of let out house property. So wait for my next video. ആ ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ലെറ്റ് ഔട്ടിൻ്റെ. അപ്പോൾ ഇത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ റെൻ്റൽ വാല്യൂസിലോ ഇതിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. ഓക്കെ, താങ്ക് യു.